ഈസി സിവിൽ ഫോർ യു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീന ഷാഹിദ്. ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് MCQ ഡിസ്കഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ ഡാംസ് ആൻഡ് സ്പിൽവേസ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ട്. അതിന്റെ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എക്സാംസ് എന്ന് കരുതുന്നു. ഒത്തിരി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് അടുത്തടുത്ത റീസെന്റ് മന്ത്സിൽ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ MCQs ചെയ്യാം. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്തെങ്കിലും മോർ ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ നമുക്ക് ഇന്ന് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന്റെ MCQസിലേക്ക് കടക്കാം. വാല്യൂ ഓഫ് സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ ഫോർ ഹൈ സോഡിയം കണ്ടന്റിനുള്ള സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ ഓർ SAR റേഷ്യോ എത്രയാണെന്നാണ് ചോദ്യം. അതിന്റെ വാല്യൂ SAR വാല്യൂ എത്രയാണ് ഫോർ ഹൈ സോഡിയം കണ്ടന്റ് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് SAR, സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ അല്ലെങ്കിൽ SAR എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇറിഗേഷൻ വാട്ടറിൽ സോൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രോബ്ലംസ് വരും? സോൾട്ടിന്റെ കണ്ടന്റ് ഹൈ ആണെങ്കിൽ നമ്മുടെ സോയിലിന്റെ പെർമിയബിലിറ്റി ഡിക്രീസ് ചെയ്യും, സോയിൽ തമ്മിലുള്ള അഗ്രഗേഷൻ കുറയും, അവിടെ ഒരു പുവർ കണ്ടീഷൻ, പെർമിയബിലിറ്റി കുറയുമ്പോൾ തന്നെ അവിടെ ഒരു പുവർ കണ്ടീഷനാണ് ആ ഫീൽഡിന് ഉണ്ടാവുക. വെള്ളം താഴേക്ക് പെർമിയബിൾ ആയിട്ട് ഇറങ്ങിപ്പോവാൻ ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ സോഡിയം കോൺസെൻട്രേഷൻ ഹൈ ആവും തോറും പെർമിയബിലിറ്റി കുറയും സോയിലിന്റെ. അപ്പോൾ നമ്മൾ ഈ സോഡിയം അയൺ കോൺസെൻട്രേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് SAR എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുലയാണ് SAR വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോഡിയം Na+ അയൺ എന്ന് പറയുമ്പോൾ സോഡിയം അയൺ ബൈ മാഗ്നീഷ്യം, സ്ക്വയർ റൂട്ട് ഓഫ് മാഗ്നീഷ്യം അയൺ പ്ലസ് കാൽഷ്യം അയൺ ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ SAR വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഒപ്പം ഈ ഒരു ടേബിളും ഓർത്ത് വെക്കൽ ഇമ്പോർട്ടന്റ് ആണ്. SAR വാല്യൂന്റെ ടേബിൾ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ സോയിലിനെ സോൾട്ടിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് നമുക്ക് ലോ സോഡിയം വാട്ടർ, മീഡിയം സോഡിയം വാട്ടർ, ഹൈ സോഡിയം വാട്ടർ, വെരി ഹൈ സോഡിയം വാട്ടർ എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ SAR വാല്യൂസ് എത്രയാണെന്ന് ഓർത്തിരിക്കലിൽ ഇമ്പോർട്ടന്റ് ആണ്. ലോ സോഡിയം വാട്ടറിന്റെ 0 to 10 ആണ്. മീഡിയം ആണെങ്കിൽ 10 to 18 വരും. 18 to 26 ഹൈ സോഡിയം വാട്ടർ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 26 ആണെങ്കിൽ വെരി ഹൈ സോഡിയം വാട്ടർ എന്ന് പറയാം. അതിന്റെ ഒപ്പം ഈ ഒരു ഭാഗം കൂടി ഓർത്തിരിക്കല് നല്ലതാണ്. ലോ സോഡിയം വാട്ടർ ആണെങ്കിൽ നമുക്ക് ഏത് തരം ക്രോപ്സിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മീഡിയം സോഡിയം വാട്ടർ നമുക്ക് കോഴ്സ് ഗ്രെയിൻ സോയിൽസിനാണ് ഉപയോഗിക്കാം. ലോ സോഡിയം വാട്ടർ എനി ടൈപ്സ് ഓഫ് ക്രോപ്സ് ഫോർ എനി ടൈപ്സ് ഓഫ് സോയിൽ ഉപയോഗിക്കാം. ബട്ട് മീഡിയം സോഡിയം വാട്ടർ കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് വലിയ വലിയ ഗ്രെയിൻസ് ഉള്ള സോയിലിനാണ് നമുക്ക് മീഡിയം സോഡിയം വാട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ SAR വാല്യൂ 18 to 26 ഇടയിലാണ്. ഹൈ സോഡിയം വാട്ടർ ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം. എങ്ങനെയുള്ള സോയിലാണ്? ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റവും അതുപോലെ ലീച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ള സോയിൽ. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് സോൾട്ട്, എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്തുകൊണ്ട് സോൾട്ട് കണ്ടൻസ് സോയിൽ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് അങ്ങനെ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം SAR വാല്യൂ ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ 26 ആണ്. വെരി ഹൈ സോഡിയം വാട്ടർ ആണെങ്കിൽ നമുക്ക് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൈ സോഡിയം വാട്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി യൂസ്ഡ് ഇഫ് ലീച്ചിങ് ഇസ് ഡൺ ആൻഡ് റിക്വയർസ് ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം. ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉള്ള കാരണം സോഡിയം കണ്ടന്റ് വാട്ടറിന്റെ ഹൈ ആവുമ്പോൾ സോയിലിന്റെ പെർമിബിലിറ്റി കുറയും. അപ്പോൾ ഗുഡ് ഡ്രെയിനേജ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഹൈ സോഡിയം വാട്ടർ. പക്ഷെ വെരി ഹൈ സോഡിയം വാട്ടർ വിത്ത് ആൻ SAR വാല്യൂ ഗ്രേറ്റർ ദാൻ 26 ആണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ പർപ്പസസിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഹൈ സോഡിയം കണ്ടന്റിന് 18 to 26 ആണ് ആൻസർ വരിക. SAR വാല്യൂ ഹൈ സോഡിയം കണ്ടന്റ് വാട്ടറിന് SAR വാല്യൂസ് 18 to 26. അത് ഓർത്തിരിക്കുക. അതുപോലെ ഈ SAR വാല്യൂവിന്റെ ഫോർമുല ഓർത്തിരിക്കുക. SAR വാല്യൂവിന്റെ സോഡിയം അയൺ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് മാഗ്നീഷ്യം അയൺ പ്ലസ് കാൽഷ്യം അയൺ ബൈ 2 എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ് ഓഫ് ഇറിഗേറ്റിംഗ് ഫീൽഡ്സ് വർക്ക് ഈസ് ബേസ്ഡ് ഓൺ. ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൽ ഏത് തരം ലാൻഡിനാണ് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഫ്ലഡ് ഇറിഗേഷൻ കുറച്ച് പോയിന്റ്സ് ഫ്ലഡ് ഇറിഗേഷനായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ലാൻഡ് preparation required കാര്യമായിട്ടൊരു ലാൻഡ് പ്രിപ്പറേഷൻ വേണ്ട. അപ്പോൾ ലാൻഡ് പ്രിപ്പറേഷൻ റിക്വയർഡ് ലോ ആണ്.
അതുപോലെ ലേബർ കോസ്റ്റ് പക്ഷേ ഫ്ലഡ് ഇറിഗേഷനെ കുറച്ച് ഹൈ ആണ്. ലേബർ കോസ്റ്റ് ഹൈ, പക്ഷെ അധികം ലാൻഡ് പ്രിപ്പറേഷൻ ആവശ്യമില്ല ഫ്ലഡ് ഇറിഗേഷന്. അതുപോലെ എന്താണ് ഫ്ലഡ് ഇറിഗേഷന് ജെന്റിൽ സ്ലോപ്പിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ലാൻഡിനും ഉപയോഗിക്കാം. ജെന്റിൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ലാൻഡിന്. കാരണം ഫ്ലഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിന്, നമുക്ക് സ്റ്റീപ്പ് ടെറൈൻ ആണെങ്കിൽ നമുക്ക് ഫ്ലഡ് ചെയ്ത് വാട്ടർ നിർത്താൻ കഴിയില്ല. അപ്പോൾ ഫ്ലഡ് ഇറിഗേഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ഓർക്കുക. ലാൻഡ് പ്രിപ്പറേഷൻ കാര്യമായിട്ട് വേണ്ട, പക്ഷേ ലേബർ കോസ്റ്റ് ഹൈ ആണ്. ജെന്റിൽ സ്ലോപ്സ് ആൻഡ് ഫ്ലാറ്റ് ലാൻഡിനാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ് യൂഷ്വലി സ്യൂട്ടബിൾ ഫോർ ആൻസർ വരിക ലെവൽ ലാൻഡ് അല്ലെങ്കിൽ ജെന്റ്ലി റോളിംഗ് ടെറൈൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്ലഡ് ഇറിഗേഷൻ മെത്തേഡ്. വാട്ടർ ഫ്ലഡ് ചെയ്ത് നിർത്തുന്ന രീതിയാണ്. നമ്മൾ ലാൻഡൊക്കെ ബൺസ് പ്രൊവൈഡ് ചെയ്ത് അതിൽ വെള്ളം കെട്ടി നിർത്തുന്ന രീതിയാണ് ഫ്ലഡ് ഇറിഗേഷൻ. അതിന് ലെവൽ ഓർ ജെന്റ്ലി റോളിംഗ് ടെറൈൻ കുഴപ്പമില്ല, പക്ഷെ സ്റ്റീപ്ലി റോളിംഗ് ടെറൈനിൽ നമുക്ക് ഫ്ലഡ് ഇറിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് ഓഫ് ഗ്രോയിങ് ക്രോപ്സ് ഓൺ റിഡ്ജസ് running on the sides of water ditches is known as. The method of growing crops on ridges. ഇതുപോലെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിൽ നമ്മൾ പ്ലാന്റ്സ് നടുന്നത് ഇതുപോലെ റിഡ്ജസിലായിരിക്കും, ഹൈ ലാൻഡിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് നടുന്നത്. പിന്നെ നമ്മൾ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ ഡിച്ചസിലൂടെ ആയിരിക്കും. താഴ്ന്ന ലാൻഡാണ് ഡിച്ചസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൈപ്സിലൂടെ വാട്ടർ ആ ഡിച്ചസിലേക്ക് വിടും. അപ്പോൾ അങ്ങനെ അത് ഒഴുകി ആ ഡിച്ചസിലൂടെ ചെല്ലും. അപ്പോൾ റിഡ്ജസിൽ നമ്മൾ നടുന്നത് എന്താണ്? റിഡ്ജസിൽ ചെടികൾ നടും, ഡിച്ചസിലൂടെ വാട്ടറും പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫറോ ഇറിഗേഷൻ. ഫറോ ഇറിഗേഷൻ എന്ന് പറയും. ജെന്റിൽ സ്ലോപ്പ് ഈസ് പ്രിഫേർഡ്. ഇതിന് അതിന്റെ കൂടെയുള്ള കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കുക. ജെന്റിൽ സ്ലോപ്പ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഫറോ ഇറിഗേഷന് ഇതിലെ വെള്ളം ഇതുപോലെ വിട്ട് കഴിയുമ്പോൾ എന്താണ്, ജെന്റിൽ സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിലെ ഒഴുകി ചെല്ലാനായിട്ട് ഈസി ആയിരിക്കും. അപ്പൊ ജെന്റിൽ സ്ലോപ്പ്. അതുപോലെ പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്, ഷുഗർ കെയിൻ പോലുള്ള കാര്യങ്ങൾക്കാണ്. ഉരുളക്കിഴങ്ങ്, അതുപോലെ ഗ്രൗണ്ട് നട്ട്, നിലക്കടല, പിന്നെ ഷുഗർ കെയിൻ പോലുള്ള കാര്യങ്ങൾക്കാണ്, ക്രോപ്സിനാണ് നമ്മൾ ഈ ഫറോ ഇറിഗേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഫ്ലഡ് ഇറിഗേഷൻ നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ഫ്ലഡ് ഇറിഗേഷൻ എന്താണെന്ന്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പോയിന്റ്സ് നോക്കിയതാണ്. ഇനി ചെക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ലാൻഡിനെ ചെക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചെക്സ് ഓർ ലെവീസ് എന്ന് പറയും. ലാൻഡിനെ നമുക്ക് ഇതുപോലെ ചെക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഈ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ലെവീസ് ഓർ ചെക്സ് എന്ന് പറയും. ലെവീസ് ഓർ ചെക്സ്. ഇതുപോലെ ഒരു ലാൻഡ് ഏരിയ ആണ്. അതിന് നമ്മൾ ലെവീസ് ഓർ ചെക്സ് ആയിട്ട് സ്മോൾ പ്ലോട്ട്സുകളായിട്ട് തിരിച്ചിട്ട് വാട്ടറിനെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ നിറയ്ക്കും. ഇതിന്റെ അകത്തൊക്കെ വാട്ടർ നിറച്ചപ്പോൾ ഫീൽഡിനെ സ്മോൾ പ്ലോട്ട്സ് ആയിട്ട് ലെവീസ് ഓർ ചെക്സ് ഉപയോഗിച്ചിട്ട്, ലെവീസ് ഓർ ചെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെയാണ് ലെവീസ് ഓർ ചെക്സ്. അതുകൊണ്ടാണ് അതിന് ചെക്ക് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്ലോട്ട്സിനെ ഡിവൈഡ് ചെയ്ത് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ചെക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ചെക്ക് ഇറിഗേഷൻ. അപ്പൊ അത് നോക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം നോക്കാം. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ വെൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഫോർ സ്റ്റീപ്പ് സ്ലോപ്സ് വെരി സ്റ്റീപ്പ് ആണെങ്കിൽ, നമുക്ക് വളരെ ചരിഞ്ഞു കിടക്കുന്ന സ്ലോപ്സ് ആണെങ്കിൽ നമുക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് വാട്ടർ. അപ്പോൾ അതിന് സ്റ്റീപ്പ് സ്ലോപ്സ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സോയിൽ ഈസിലി ഇറോഡബിൾ സോയിൽ ആണെങ്കിൽ, വേഗം വെള്ളം നമ്മൾ യൂഷ്വൽ രീതിയിൽ ഇറിഗേഷൻ നടത്തിയാൽ അവിടുത്തെ സോയിൽ വേഗം ഒലിച്ചു പോവുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അപ്പോൾ അവിടെ വാട്ടർ ലൈറ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ സോയില് ഇറോഡബിൾ സോയിൽ ആണെങ്കിലും നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കുക. അതുപോലെ സോയിൽ ഈസ് ബോത്ത് പെർമിയബിൾ ആൻഡ് നോൺ പെർമിയബിൾ കണ്ടീഷനും, പെർമിയബിൾ ആൻഡ് നോൺ പെർമിയബിൾ കണ്ടീഷൻ. സോയിൽ ഈസ് ബോത്ത് പെർമിയബിൾ ആൻഡ് നോൺ പെർമിയബിൾ ആണെങ്കിലും നമുക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉപയോഗിക്കാം. വെള്ളം വേഗം താഴേക്ക് ഇരുന്ന് പോയാലും ഇല്ലെങ്കിലും. അതാണ് പെർമിയബിൾ ആൻഡ് നോൺ പെർമിയബിൾ കണ്ടീഷന് നമ്മൾ എന്തുപയോഗിക്കാം? സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉപയോഗിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക. മെയിനായിട്ട് നമ്മൾ ജോവർ എന്ന് പറഞ്ഞ പ്ലാന്റിനാണ് യൂഷ്വലി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കുക. എല്ലാത്തിനും നമുക്ക് കൊടുക്കാവുന്നതാണ്, ബട്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ജോവർ പറയാം.
അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് ഫസ്റ്റ് ആൻസർ ദ ലാൻഡ് ഗ്രേഡിയന്റ് ഇസ് സ്റ്റീപ്പ് ആൻഡ് ദ സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ. അത് നമ്മുടെ ഇതിൽ ആദ്യം പറഞ്ഞതാണ്. സ്റ്റീപ്പ് സ്ലോപ്പിനും സോയിൽ ഈസിലി ഇറോഡബിൾ ആണെങ്കിലും നമുക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അത് ആൻസർ ആയിട്ട് വരും. പിന്നെ ദ സോയിൽ ഈസ് ഹാവിംഗ് ലോ പെർമിയബിലിറ്റി. അപ്പൊ അത് ആൻസർ അല്ല, കാരണം നമുക്ക് ലോ പെർമിയബിൾ ആൻഡ് ഓൾസോ ഹൈ പെർമിയബിൾ സോയിലിന് ഉപയോഗിക്കാം. പിന്നെ വാട്ടർ ടേബിൾ ഇസ് ലോ, ദ ക്രോപ്സ് ടു ബി ഗ്രോൺ ഹാവ് ഡീപ് റൂട്ട്സ്. ഇതൊന്നും അതിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം ഇസ് സ്യൂട്ടബിൾ വെൻ ദ ലാൻഡ് ഗ്രേഡിയന്റ് ഈസ് സ്റ്റീപ്പ് ആൻഡ് ദ സോയിൽ ഈസ് ഈസിലി ഇറോഡബിൾ. സ്റ്റീപ്പ് സ്ലോപ്പിനും സോയിൽ ഈസിലി ഒലിച്ചു പോകുന്ന സോയിൽ ആണെങ്കിലും നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്. ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതുമായിട്ടും നമുക്ക് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കാനുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറയാം. ഇതുപോലെ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ പൈപ്സിലൂടെ വാട്ടർ ഫോളോ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. വാട്ടർ ഡ്രിപ്പ് ആയിക്കൊണ്ട് ആ ഒരു പ്ലാന്റിന്റെ റൂട്ട് ഭാഗത്തേക്ക് ഫോളോ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രിക്കിൾ ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയാം. ഇവിടെ ഇവാപറേഷൻ ലോസസ് എന്ന് പറയുന്നത് കുറവാണ്. നമ്മൾ കാരണം ഒരുപാട് വാട്ടർ നമ്മൾ ആ റൂട്ട് സോണിലേക്ക് കൊടുക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഡ്രിപ്പ് ആയിക്കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവാപറേഷൻ ലോസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് എന്ന് പറയില്ല, പക്ഷേ ഇവാപറേഷൻ ലോസസ് വളരെ കുറവാണ്. പിന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസീസ് ഹൈ. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഫീൽഡിലേക്ക് കൊടുത്തു, അതിൽ നിന്ന് എത്ര വാട്ടർ പ്ലാന്റിന്റെ റൂട്ട്സിൽ സ്റ്റോർ ചെയ്യുന്നു, അതാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. എത്ര നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുന്ന വാട്ടർ എത്ര പ്ലാന്റ്സ് റൂട്ടിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഹൈലി എഫിഷ്യന്റ് ആണെന്ന് പറയാം ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. കാരണം നമ്മൾ കൊടുക്കുന്ന വെള്ളം മോസ്റ്റ്ലി ഹോൾ ഓഫ് ദ വാട്ടർ നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ സ്റ്റോർ ആവുന്നുണ്ട്. ഇവിടെ വേസ്റ്റേജ് ഓഫ് വാട്ടർ ലോ ആണെന്നും അതർ വേർഡ്സിൽ നമുക്ക് പറയാവുന്നതാണ്. വേസ്റ്റേജ് ഓഫ് വാട്ടർ കുറവാണ്, കാരണം കൊടുക്കുന്ന വാട്ടർ അത്രയും തന്നെ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ മോസ്റ്റ് ഓഫ് ദ വാട്ടറും സ്റ്റോർ ആവുന്നത് കൊണ്ട് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസീസ് ഹൈ എന്ന് പറയാം. അതുപോലെ ഇവാപറേഷൻ ലോസ് കുറവാണെന്ന് പറയാം. ഇതിന് വേറൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ആൻസർ സി വരും. ആൻസർ ഈസ് സി. കാരണം ഫസ്റ്റ് ഡീപ്പ് പെർക്കുലേഷൻ ആൻഡ് റൺ ഓഫ് എലിമിനേറ്റഡ് ആണ്. ഡീപ്പ് പെർക്കുലേഷൻ സംഭവിക്കില്ല. അതുപോലെ റൺ ഓഫ് ഡീപ്പ് പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി താഴേക്ക് വെള്ളം പോവില്ല, അതിന്റെ റൂട്ട് സോണിൽ തന്നെ വെള്ളം കിട്ടും, താഴേക്ക് ഒത്തിരി ഇറങ്ങി പോവില്ല. അതുപോലെ റൺ ഓഫ് ഇല്ല, കാരണം നമ്മൾ ഡ്രിപ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോവുക, വെള്ളം അവിടെ നിന്ന് ഒലിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയില്ല. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഹൈ, ആ ഒരു പോയിന്റും കറക്റ്റ് ആണ്. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് ഹൈ, കാരണം ഫീൽഡിലേക്ക് കൊടുക്കുന്ന വാട്ടർ മോസ്റ്റ് പാർട്ടും റൂട്ട് സോണിൽ സ്റ്റോർഡ് ആണ്. അതുപോലെ ഫോർത്ത് പോയിന്റ്, ഫെർട്ടിലൈസർ നമുക്ക് ഇക്കണോമിക്കലി വാട്ടറിൽ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് റൂട്ടിന്റെ പ്ലാന്റ്സിലേക്ക് ഇക്കണോമിക്കലി ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷേ തേർഡ് പോയിന്റ് റോങ് ആണ്. തേർഡ് പോയിന്റ് ഇസ് റോങ്. ഇവാപ്പോട്രാൻസ്പിറേഷൻ ഇസ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ഇവാപ്പോട്രാൻസ്പിറേഷൻ എന്താണ്? ഇവാപറേഷനും ട്രാൻസ്പിറേഷനും. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വെള്ളം, ഫീൽഡിലേക്ക് കൊടുക്കുന്ന വെള്ളം ഫീൽഡിൽ നിന്ന് വേപ്പറായിട്ട് പോവുക ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, അതാണ് ഇവാപറേഷൻ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് കിട്ടുന്ന വെള്ളം അതിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അതിന്റെ പോഴ്സിലൂടെ പുറത്ത് പോകുന്നതാണ് ട്രാൻസ്പിറേഷൻ. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുക. അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ട്രാൻസ്പിറേഷൻ യൂഷ്വലി പ്ലാന്റ്സിൽ ട്രാൻസ്പിറേഷൻ ലോസസ് ഉണ്ടാവും, അതുപോലെ ഇവാപറേഷൻ ലോസസും ചെറിയ രീതിയിൽ ഉണ്ടാകും. എന്തായാലും നമ്മൾ ഫീൽഡിൽ കൊടുക്കുന്ന വെള്ളം കുറച്ച് വേപ്പറായിട്ട് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് ആൻസർ അല്ല. അപ്പൊ ആൻസർ ഈസ് 1, 2 and 4. ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഇറിഗേഷൻ സിസ്റ്റം ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് സ്മോളർ സൈസ് യൂണിറ്റ്സ് ഹാവിംഗ് ഫെയർലി ലെവൽ സർഫസ് ബൈ ബൺസ് ആൻഡ് ക്രോസ് റിഡ്ജസ്. The basins thus created were filled with water to the desired depth and the water was retained for some time. This method of irrigation is known as. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ ലാൻഡിനെ ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം, ലാൻഡിനെ നമ്മൾ ചെറിയ ചെറിയ ബേസിൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്. ചെറിയ ചെറിയ ബേസിൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വാട്ടർ അതിലേക്ക് ഫീൽഡിൽ കൂടെ പോകുന്ന ചാനൽ ഇതാണ്. ഫീൽഡിൽ വാട്ടർ ക്യാരി ചെയ്യുന്ന ചാനൽ ഇതാണ്. അതിലൂടെ വാട്ടറിനെ നമ്മൾ എങ്ങോട്ട് വിടും? ഈ ഒരു ബേസിൻസിലേക്ക്. ബേസിൻസ് ആയിട്ട് ഫീൽഡിനെ തിരിച്ചിട്ട് 1 or 2 or more ട്രീസ് ഉള്ള ബേസിൻസ് ആയിട്ട് തിരിച്ചിട്ട് അതിലേക്ക് വാട്ടർ വിട്ട് കുറച്ചു നേരം അവിടെ വാട്ടർ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കാം.
ഇവിടെയും ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതുപോലെ ഡിച്ചസ് അല്ലെങ്കിൽ ബേസിൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ വാട്ടർ ഇങ്ങനെ സ്റ്റേ ചെയ്യുക. ട്രീസിന്റെ റൂട്ട്സിലേക്ക് ഒത്തിരി വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറെ നേരം വാട്ടർ ഇങ്ങനെ കെട്ടി നിർത്തുന്ന ആ ഒരു രീതിയാണ് നമുക്ക് പറയാം ചെക്ക് ബേസിൻ മെത്തേഡ്. ചെക്ക് ബേസിൻ മെത്തേഡ് ഈസിയാണ്. ചെക്ക് ബേസിൻ മെത്തേഡ്. അപ്പോൾ ചെക്ക് ബേസിൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ബോർഡർ മെത്തേഡ്. ബോർഡർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെല്ലി സ്ലോപ്പിംഗ് ലാൻഡിനൊക്കെയാണ് യൂഷ്വലി ഉപയോഗിക്കുക. നമ്മൾ വാട്ടറിനെ ഒരു റിവറിൽ നിന്നെല്ലാം വരുന്ന വാട്ടറിനെ നമ്മൾ ബോർഡേഴ്സിലൂടെ കടത്തി വിട്ടിട്ട് അത് സ്ലോലി ആ ഒരു ലാൻഡ് ഏരിയ ഫുള്ള് പതുക്കെ വെള്ളം ഒഴുകി വന്ന് വെറ്റാവുന്ന രീതി ഫോർ ജെന്റിൽ സ്ലോപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക ബോർഡർ ഇറിഗേഷൻ ജെന്റിൽ സ്ലോപ്സിനൊക്കെയാണ് ഉപയോഗിക്കുക. ബോർഡറിലൂടെ നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്തിട്ട് അത് ഫീൽഡിലേക്ക് മൊത്തം പരന്ന് വരുന്ന രീതിയാണ്. അപ്പോൾ അത് ജെന്റിൽ സ്ലോപ്സിനൊക്കെയാണ് യൂഷ്വലി ഉപയോഗിക്കുക. ഓൾഡ് സിസ്റ്റം ആണ്. അപ്പോൾ പിന്നെ നോക്കാനുള്ളത് സബ് ഇറിഗേഷൻ മെത്തേഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് സർഫസിൽ ലൂടെ കൊടുക്കുന്ന ഇറിഗേഷൻ. സബ് സർഫസ് ഇറിഗേഷനാണ് നമ്മൾ സബ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കോണ്ടൂർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോണ്ടൂർസ് എന്ന് പറഞ്ഞാൽ സെയിം എലിവേഷനുള്ള പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് കോണ്ടൂർസ് കിട്ടുക. അങ്ങനെ നമ്മൾ അലൈൻ ചെയ്യുന്ന കനാൽസിലൂടെയൊക്കെയുള്ള ഇറിഗേഷനെ നമ്മൾ കോണ്ടൂർ ഇറിഗേഷൻ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് മോയ്സ്ചർ കോൺസ്റ്റന്റ് ഫോർ എ ക്രോപ്പ് റെപ്രസെന്റ്സ്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ് റെപ്രസെന്റ്സ്. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഇത് സോയിലാണ്. സോയില് ആദ്യം മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതാണ് ഹൈഗ്രോസ്കോപ്പിക് മോയ്സ്ചർ. സോയില് ആദ്യം അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെയുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്നതാണ് ഹൈഗ്രോസ്കോപ്പിക് മോയ്സ്ചർ എന്ന് പറയും. അവിടെ ഈ ഒരു ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിന് ഡ്രെയിനേജ് സംഭവിക്കില്ല. നോ ഡ്രെയിനേജ് ആണ്. കാരണം ഇറ്റ് ടൈറ്റ്ലി ക്ലിങ്സ് ടു ദ സോയിൽ പാർട്ടിക്കിൾസ് ആണ് ഈ വാട്ടർ. അതിനെ നമ്മുടെ പ്ലാന്റ്സിനും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ അതിന്റെ ലിമിറ്റിനെയാണ് നമ്മൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. പിന്നെ വീണ്ടും ഇപ്പൊ മഴയൊക്കെ ലഭിച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ ഒരു സോയിൽ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്ത് വെക്കുന്ന വാട്ടറാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. പിന്നെയും മഴയോ കാര്യങ്ങളൊക്കെ ലഭിച്ചാൽ സ്മോൾ വോയിഡ്സിൽ വാട്ടറിന്റെ സോയിലിന്റെ സ്മോൾ വോയിഡ്സിൽ അബ്സോർബ് ചെയ്ത് വെക്കുന്നതാണ് കാപ്പിലറി വാട്ടർ. ഈ ഒരു വാട്ടർ സ്ലോ ഡ്രെയിനേജ് സംഭവിക്കുന്ന വാട്ടറാണ്. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ സ്ലോ ഡ്രെയിനേജ് സംഭവിക്കുന്ന വാട്ടറാണ്. ഇതിനെയാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ ആയിട്ട് കണക്കാക്കുന്നത്. അവൈലബിൾ മോയ്സ്ചർ ഇത്രയും അവൈലബിൾ മോയ്സ്ചർ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 75% ആണ് റെഡിലി അവൈലബിൾ മോയ്സ്ചർ വരിക. കാപ്പിലറി വാട്ടറിന്റെ ഒരു 75% മാത്രമാണ് റെഡിലി നമ്മുടെ പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഡ്രെയിനേജ് സംഭവിക്കുന്നില്ല, എന്നാലും അത് സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ടൈറ്റ്ലി ക്ലിങ്ഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സിനോ ട്രീസിനോ ഒന്നും അത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ കാപ്പിലറി വാട്ടർ സ്ലോ ഡ്രെയിനേജ് സംഭവിക്കുന്ന സ്മോൾ വോയിഡ്സിൽ, കാപ്പിലറി വാട്ടർ സ്മോൾ വോയിഡ്സിലാണ് സ്റ്റോർ ആവുന്നത്. കാപ്പിലറി വാട്ടർ സ്മോൾ വോയിഡ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്മോൾ വോയിഡ്സ് ഓഫ് സോയിൽ ആൻഡ് സ്ലോ ഡ്രെയിനേജ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈസിലി ഡ്രെയിൻ ചെയ്ത് പോകുന്ന വാട്ടർ അല്ല. അപ്പോൾ ഈ ഒരു വാട്ടറാണ് റെഡിലി അവൈലബിൾ ബൈ പ്ലാന്റ്സ് എന്ന് നമുക്ക് പറയാം. പിന്നീടുള്ള വാട്ടറാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഗ്രാവിറ്റേഷണൽ വാട്ടർ ഈസിലി ഡ്രെയിൻ ആയി പോകുന്ന, അതുപോലെ വോയിഡ്സ്. ഇവിടെ ഗ്രാവിറ്റേഷണൽ വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ large voids of soil. Gravitational water is stored in large voids. സോയിലിന്റെ ഏറ്റവും വലിയ വോയിഡ്സിൽ സ്റ്റോർ ചെയ്യുന്ന വാട്ടറാണ്. സ്റ്റോർ ചെയ്ത് വെക്കില്ല, അത് പെർക്കുലേഷൻ സംഭവിച്ച് ഡ്യൂ ടു ദ ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് അത് താഴേക്ക് തന്നെ ഒരു എർത്തിന്റെ ഡീപ് സർഫസിലേക്ക് വേഗം താഴ്ന്നു പോകുന്ന വാട്ടറാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. അതും പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ. അതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാപ്പിലറി വാട്ടറിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റിനെയാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മോയ്സ്ചർ റെപ്രസെന്റ്സ് എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ്.
അതാണ് അവിടുത്തെ ആൻസർ. പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അപ്പൊ ആ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ആ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ഡിനോട്ട്സ് ദാറ്റ് വാട്ടർ കണ്ടന്റ് വിച്ച് കനോട്ട് ബി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത വാട്ടർ കണ്ടന്റിന്റെ ഉള്ള ആ ഒരു ലിമിറ്റ് ആണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത കുറച്ച് സെറ്റ് ഓഫ് MCQs നോക്കാം. അവൈലബിൾ മോയ്സ്ചർ ഫോർ എ ക്രോപ്പ് ഇസ് ഈക്വൽ ടു. ഒരു ക്രോപ്പിന് അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതാണ് ഈ ഒരു ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ അവൈലബിൾ മോയ്സ്ചർ മീൻസ് എന്താന്ന് പറഞ്ഞു, ഈ ഒരു കാപ്പിലറി വാട്ടറിന്റെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് മുതൽ ഫീൽഡ് കപ്പാസിറ്റി വരെയുള്ള ആ ഒരു സോയിൽ വോയിഡ്സിൽ, ചെറിയ ചെറിയ സോയിൽ വോയിഡ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വാട്ടറിനെയാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയാം. അതിന് സ്ലോ ഡ്രെയിനേജ് ആണ് ഉണ്ടാവുക. അതെല്ലാം നമ്മൾ പറഞ്ഞു. അത് ആ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അത് ഫീൽഡ് കപ്പാസിറ്റി മോയ്സ്ചർ കണ്ടന്റ് മൈനസ് വിൽറ്റിംഗ് പോയിന്റ് മോയ്സ്ചർ കണ്ടന്റ് ആണോ, അതോ ഫീൽഡ് കപ്പാസിറ്റി മോയ്സ്ചർ കണ്ടന്റ് മൈനസ് ഹൈഗ്രോസ്കോപ്പിക് മോയ്സ്ചർ കണ്ടന്റ് ആണോ, ബോത്ത് ഓഫ് ദ എബവ്, നൺ ഓഫ് ദ എബവ്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ എന്ന് നമ്മൾ നോക്കാം. ഫീൽഡ് കപ്പാസിറ്റി മോയ്സ്ചർ കണ്ടന്റ്, അപ്പൊ നമ്മൾ പറഞ്ഞു കാപ്പിലറി വാട്ടറിന്റെ ഹയസ്റ്റ് ലിമിറ്റ് ആണ് ഫീൽഡ് കപ്പാസിറ്റി മോയ്സ്ചർ കണ്ടന്റിൽ നിന്ന് വിൽറ്റിംഗ് പോയിന്റ് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു പോർഷൻ ആണ് കിട്ടുക. ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വിൽറ്റിംഗ് പോയിന്റ് മോയ്സ്ചർ, നമുക്ക് എന്താ കിട്ടുക, അവൈലബിൾ മോയ്സ്ചർ കണ്ടന്റ് തന്നെയാണ്. പ്ലാന്റ്സിന് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഫീൽഡ് മോയ്സ്ചർ കണ്ടന്റ് മൈനസ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ, ഫീൽഡ് മോയ്സ്ചർ കണ്ടന്റ് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും, ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ മൈനസ് ചെയ്താലും ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ മൈനസ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു ഫീൽഡ് കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കളയാണ്. ഈ ഒരു ഭാഗം ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിന്റെ ഭാഗം മൈനസ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് അവൈലബിൾ മോയ്സ്ചർ കണ്ടന്റ് തന്നെയാണ് കിട്ടുക. അപ്പൊ ആൻസർ ഈസ് ബോത്ത് ദ എബവ്. ആൻസർ എന്താണ്, ബോത്ത് ദ എബവ്. രണ്ടും കറക്റ്റ് ആണ്. രണ്ട് രീതിയിൽ നമുക്ക് അവൈലബിൾ മോയ്സ്ചർ ഫോർ എ ക്രോപ്പിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഇറിഗേഷൻ വാട്ടർ ഹാവിംഗ് കോൺസെൻട്രേഷൻ ഓഫ് Na+, Ca2+ ആണ്, Ca2+ and Mg2+ as 23 and 1 milli equivalent per liter respectively will be classified as. അപ്പം നമ്മൾ നോക്കുക, ലോ സോഡിയം നമ്മൾ പറഞ്ഞു 0 to 10 വാല്യൂ ആണ് ലോ സോഡിയം. മീഡിയം സോഡിയം ഇസ് 10 to 18, പിന്നെ 18 to 26 ഹൈ സോഡിയം. വെരി ഹൈ സോഡിയം വാട്ടർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 26 ആണ് വരിക. അപ്പൊ ഇതിൽ ഏതിൽ വരും എന്ന് നമ്മൾ നോക്കാം. നമുക്കറിയാം SAR വാല്യൂ എന്ന് പറഞ്ഞാൽ, SAR എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സോഡിയം അയൺ കോൺസെൻട്രേഷൻ. അതിവിടെ തന്നിരിക്കുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കാൽഷ്യം അയൺ കോൺസെൻട്രേഷൻ 3 പ്ലസ് പിന്നെ വരുന്നത് Mg അയൺ മാഗ്നീഷ്യം അയൺ കോൺസെൻട്രേഷൻ 1/2. ഇതാണ് നമുക്ക് വരുന്നതെന്ന് അറിയാം. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4/2. അപ്പോൾ നമുക്ക് കിട്ടും 20 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇത് നമുക്ക് ചെയ്യുമ്പോൾ അറൌണ്ട് 14.14 എന്നെന്തോ ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 10 to 18 എന്ന വാല്യൂ, 10 to 18ന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് കിട്ടുക. 14 എന്നുള്ള വാല്യൂ ലൈ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് മീഡിയം സോഡിയം വാട്ടർ. മീഡിയം സോഡിയം വാട്ടർ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. SAR എന്ന് പറഞ്ഞാൽ സോഡിയം അയൺ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കാൽഷ്യം അയൺ കോൺസെൻട്രേഷൻ പ്ലസ് മാഗ്നീഷ്യം അയൺ കോൺസെൻട്രേഷൻ ബൈ 2 ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആൻസർ കിട്ടും. മീഡിയം സോഡിയം വാട്ടർ ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ ഈസ് ഇൻ ബിറ്റ്വീൻ 250 ആൻഡ് വാട്ടർ ഈസ് ഇൻ ബിറ്റ്വീൻ 250 to 750, അങ്ങനെയെങ്കിൽ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ്. അഗെയിൻ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഈ ഒരു ടേബിളും ഓർത്തിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക്കൽ ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലെസ് ദാൻ 250 ആണെങ്കിൽ അതിനെ നമ്മൾ ലോ സലൈൻ വാട്ടർ എന്ന് പറയും. യൂസ് ഫോർ ഓൾ
ടൈപ്സ് ഓഫ് ക്രോപ്സ് ആണ്. മീഡിയം സലൈൻ വാട്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 250 to 750. അതാണ് ക്വസ്റ്റ്യനിലുള്ളത്. മീഡിയം സലൈൻ വാട്ടർ, അതാണ് അതിന്റെ ആൻസർ. മീഡിയം സലൈൻ വാട്ടറിന്റെ വാല്യൂ ആണ് 250 to 750 ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ നിൽക്കുന്നത്. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഹൈ സലൈൻ വാട്ടറിന്റെ ആണ് 750 to 2250. അത് ഹൈ സോൾട്ട് ടോളറന്റ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ വിത്ത് സ്പെഷ്യൽ മെഷേഴ്സ്. ഹൈ സലൈൻ വാട്ടർ ആണ്, അത് ഹൈ സോൾട്ട് ടോളറന്റ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ പറ്റും. മീഡിയം സലൈൻ വാട്ടറിൽ നോർമൽ സോൾട്ട് ടോളറന്റ് പ്ലാന്റ്സ് ലീച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. വെരി ഹൈ സലൈൻ വാട്ടറിന്റെ വാല്യൂ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2250 ആണ്. അത് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് എങ്ങനെ നമ്മൾ വാട്ടറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 250 to 750 കിടക്കുന്നത് മീഡിയം സലൈൻ വാട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഇറിഗേഷൻ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ സർട്ടൻ ക്രോപ്പ് ഇൻ ഇറ്റ്സ് എൻറ്റയർ ഗ്രോയിങ് പീരീഡ്. പ്ലാന്റിന്റെ എൻറ്റയർ ഗ്രോയിങ് പീരീഡ് 150 ഡേയ്സ് ആണ്. അതിന് വേണ്ട ഡെപ്ത് ഓഫ് വാട്ടർ 25.92 സെന്റിമീറ്റർ ആണ്. നനയ്ക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ 1 lakh hectares ആണ്. അങ്ങനെയെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി ചാനലിന്റെ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിസ്ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടൈം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഫീൽഡ് ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ നമുക്ക് നോക്കാം. ബൈ ടി ഈക്വൽ ടു നമുക്കറിയാം 10⁵ hectares ആണ്. അതിന് നമുക്ക് 10 into 10⁴ ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയർ ആവും. ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ 25.92 സെന്റിമീറ്റർ ആണ്. അതിന് നമുക്ക് ഡിവൈഡ് ബൈ 100 ചെയ്താൽ അല്ലെങ്കിൽ ഇൻറ്റു 10⁻² ചെയ്താൽ മീറ്ററിലേക്ക് ആക്കാം. കാരണം ഡിസ്ചാർജിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കെല്ലാം മീറ്ററിലേക്ക് മാറ്റാം. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ 150 ഡേയ്സ് ആണ്. അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഡേയിൽ 86,400 സെക്കൻഡ്സ് ആണുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 20 ക്യുമെക്സ് ആണ്. 20 ക്യുമെക്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. മനസ്സിലായി എന്ന് കരുതുന്നു. ഹെക്ടറിനെ നമ്മൾ മീറ്ററിലാക്കി ഇൻറ്റു 10⁴ വെച്ച് ഡിവൈഡ് ചെയ്ത് ഓൾസോ 25.92 ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ഡി. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 100 ചെയ്തു. ഓൾസോ 150 ഡേയ്സിന് നമ്മൾ 86,400 സെക്കൻഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു ആൻസറിലേക്ക് എത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡ്യൂട്ടി അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് എ കനാൽ മൈനർ വെർ ദ ഗവൺമെന്റ് കൺട്രോൾ യൂഷ്വലി സീസസ് ഇസ് കോൾഡ്. നമുക്കറിയാം ഒരു ഫീൽഡില് കനാലിൽ നിന്ന് നമുക്കറിയാം മെയിൻ കനാലിൽ നിന്ന് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി അങ്ങനെ വാട്ടർ വന്ന് ഫീൽഡിലേക്ക് ചാനൽ വന്നു കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് അറ്റ് ദി ഹെഡ് ഓഫ് ഇത് ഫീൽഡിൽ വരുന്ന ചാനലാണ് ഫീൽഡ് ചാനൽ, ഫീൽഡ് കനാൽ ഓർ ഫീൽഡ് ചാനൽ. അതിന്റെ ഹെഡിൽ വെച്ച് തന്നെ ഗവൺമെന്റ് കൺട്രോൾ എൻഡ് ചെയ്യും. മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസിൽ നിന്ന് ഫീൽഡ് ചാനലിലേക്ക് വാട്ടർ കടന്നു കഴിഞ്ഞാൽ തന്നെ ഫീൽഡിൽ എങ്ങനെ നമ്മൾ ഏതിലേക്ക് ചാനൽ പണിയണമെന്ന് നമ്മൾ ആ ഒരു ഫീൽഡിന്റെ ഓണറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അറ്റ് ദ ഹെഡ് ഓഫ് ദ ഫീൽഡ് ചാനൽ ഗവൺമെന്റ് കൺട്രോൾ എൻഡ്സ്. അപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടി എന്താണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഡ്യൂട്ടി ഓൺ ഫീൽഡ് എന്നാണ് അതിന് പറയുക. ഡ്യൂട്ടി ഓൺ ഫീൽഡ്. കാരണം ദ ഡ്യൂട്ടി അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് എ കനാൽ മൈനർ വേർ ദ ഗവൺമെന്റ് കൺട്രോൾ യൂഷ്വലി സീസസ്. ഇപ്പോൾ ഗവൺമെന്റ് കൺട്രോൾ സീസ് ചെയ്യുന്നത് ഒരു ഫീൽഡ് ചാനലിന്റെ ഹെഡിൽ വെച്ചിട്ടാണ് ഗവൺമെന്റ് കൺട്രോൾ സീസ് ചെയ്യണത്. കനാലിന്റെ ഗവൺമെന്റ് കൺട്രോൾ ഫീൽഡിനകത്തുള്ള ഫീൽഡ് ചാനലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഫീൽഡിന്റെ ഹെഡിൽ ഗവൺമെന്റ് കൺട്രോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ ഡ്യൂട്ടി ഓൺ ഫീൽഡ്. അവിടെ വരുന്ന ഡ്യൂട്ടി എന്താണ്? ഡ്യൂട്ടി ഓഫ് വാട്ടർ. ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഹെക്ടേഴ്സ് പെർ ഡിസ്ചാർജ് ആണ്. ഹെക്ടേഴ്സ് പെർ ക്യുമക് ആണ് ഡ്യൂട്ടി. അപ്പോൾ എത്ര അവിടെ വരുന്ന ഡ്യൂട്ടി നമ്മൾ ഡ്യൂട്ടി ഓൺ ഫീൽഡ് എന്നാണ് പറയാം. ഇനി നമുക്ക് ഫ്ലോ ഡ്യൂട്ടിയും സ്റ്റോറേജ് ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. ഫ്ലോ ഡ്യൂട്ടി, സ്റ്റോറേജ് ഡ്യൂട്ടി. ഫ്ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്സ് ഓഫ് ഡ്യൂട്ടിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫ്ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഫ്ലോ ഇറിഗേഷന്റെ ടേംസിലാണ് പറയാം. വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാതെ നമ്മൾ വെള്ളം അതിന്റെ വെള്ളത്തിന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ല. റിവറോ എന്തെങ്കിലും അങ്ങനെ സോഴ്സിൽ നിന്ന് നേരെ വാട്ടർ ഫ്ലോ ഇറിഗേഷൻ വഴി ഫീൽഡിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ആ വാട്ടറിന് നനയ്ക്കാനുള്ള കഴിവിനെ നമ്മൾ ഫ്ലോ ഡ്യൂട്ടി എന്ന് പറയും. അതിനെ നമ്മൾ ഹെക്ടർ പെർ ക്യുമെക് എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ യൂണിറ്റ്. ഡ്യൂട്ടി ഓഫ് വാട്ടർ ഇൻ ഡയറക്റ്റ് ഇറിഗേഷൻ ഇസ് കോൾഡ് ഫ്ലോ ഡ്യൂട്ടി. ഡ്യൂട്ടി ഓഫ് വാട്ടർ ഇൻ ഡയറക്റ്റ് ഇറിഗേഷൻ ഇസ് കോൾഡ് ഫ്ലോ ഡ്യൂട്ടി. അതുപോലെ ക്വാണ്ടിറ്റി ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റോറേജ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്
ഇൻ സ്റ്റോറേജ് ഇറിഗേഷൻ ആണ്. സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറിനെ റിസർവോയേഴ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഡാംസിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് നിർത്തുന്ന വാട്ടർ അല്ലെങ്കിൽ റിസർവോയർ ആയിട്ട് നിർത്തുന്ന വാട്ടറിനെ നമ്മൾ ചാനൽസ് വഴി കൊണ്ടുവന്ന് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള വാട്ടറിന്റെ ഡ്യൂട്ടിനെ നമ്മൾ ക്വാണ്ടിറ്റി ഡ്യൂട്ടി ഓർ സ്റ്റോറേജ് ഡ്യൂട്ടി, ക്വാണ്ടിറ്റി ഡ്യൂട്ടിയും ഓർത്തിരിക്കുക, സ്റ്റോറേജ് ഡ്യൂട്ടി ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് as hectares per million cubic meter of water available in the reservoir. Hectares per million cubic meter. ആദ്യത്തെ ഫ്ലോ ഡ്യൂട്ടി വാസ് ഹെക്ടർ പെർ ക്യൂബിക് ആണെങ്കിൽ ഇത് ഹെക്ടേഴ്സ് പെർ മില്യൺ ക്യൂബിക് മീറ്ററിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക. സ്റ്റോറേജ് ഡ്യൂട്ടി എന്നുള്ളതും അതിന്റെ റെസ്റ്റ് ഓഫ് ദ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ദ ഡ്യൂട്ടി at the end point of a canal minor where the government control usually ceases എന്ന് പറയുമ്പോൾ it is duty on field ആണത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ് ഓഫ് ക്രോപ്സ് ഇസ് യൂഷ്വലി കോൾഡ്. അപ്പോൾ അതിന്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം നമ്മളൊരു വാട്ടറിംഗ് കൊടുക്കും ഫോർ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടറിംഗ് കൊടുക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാലിയോ. ഇത് നമ്മുടെ ലാൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. സീഡ് ഇടുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് ലാൻഡ് നനഞ്ഞു കിടന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന സീഡ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പാലിയോ വാട്ടറിങ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സീഡ്സ് ഇടുക. അത് കഴിയുമ്പോൾ പ്ലാന്റ്സ് ഒരു ഫ്യൂ സെന്റിമീറ്റർ ഗ്രോ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർ പീരീഡ്. ആദ്യത്തെ പാലിയോ വാട്ടറിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ് ഒരു ഫ്യൂ സെന്റിമീറ്റർ വരെ ഗ്രോ ചെയ്യുന്ന ആ ഒരു പീരീഡ് ആണ് ക്രോപ്പ് പീരീഡ്. അവിടെ കൊടുക്കുന്ന വാട്ടറിംഗ് ആണ് കോർ വാട്ടറിംഗ്. പ്ലാന്റ്സ് ഒരു ഫ്യൂ സെന്റിമീറ്റർ ഗ്രോ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന വാട്ടറിംഗ്, ഇവിടെ നമ്മളൊരു ഫ്യൂ സെന്റിമീറ്റർ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ വാട്ടറിംഗ് കൊടുക്കുക. അതിന് നമ്മൾ കോർ വാട്ടറിംഗ് എന്ന് പറയും. പിന്നീട് നമ്മുടെ പ്ലാന്റ് ഗ്രോ ചെയ്ത് അതിന്റെ ഹാർവെസ്റ്റിംഗ് വരെ, അപ്പോൾ സീഡിന്റെ സോയിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ കൊടുക്കുന്ന ആ ഒരു വാട്ടറിംഗ് അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിന്റെ പീരീഡിനെ നമ്മൾ ക്രോപ്പ് പീരീഡ് അല്ലെങ്കിൽ ക്രോപ്പ് വാട്ടറിംഗ് എന്നൊക്കെ പറയും. ഫ്രം സോയിങ് മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ ഉള്ളത്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് വാട്ടറിംഗ് പാലിയോ വാട്ടറിംഗ് മുതൽ ടിൽ ഹാർവെസ്റ്റിംഗ് വരെ ഉള്ളതിനെ നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയും. ആ ഒരു ടൈം പീരീഡ് ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് പാലിയോ വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ ഉള്ളതിന് നമ്മൾ ബേസ് പീരീഡ് എന്നാ പറയാ. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ സോയിങ് ഓഫ് സീഡ്സ് മുതൽ ഹാർവെസ്റ്റിംഗ് ടൈം വരെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് ആയിട്ട് പറയാ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ് ഓഫ് ക്രോപ്സിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ് ആണ് ചോദ്യം. അപ്പോൾ ആൻസർ വരുന്നത് കോർ വാട്ടറിംഗ് ആണ്, പാലിയോ വാട്ടറിംഗ് അല്ല. പാലിയോ വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഫീൽഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വാട്ടറിംഗ് ആണ് പാലിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ്, ക്രോപ്സിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ അത് കോർ വാട്ടറിംഗ് ആണ്. കുറച്ച് സെന്റിമീറ്റേഴ്സ് ഗ്രോ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാട്ടറിംഗ്, ക്രോപ്പിന്റെ വെരി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടറിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോർ വാട്ടറിംഗ് ആണ്, പാലിയോ അല്ല. പാലിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പാലിയോ വാട്ടറിംഗ്. അപ്പോൾ ഇതും മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയും MCQs മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.